ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. മനുഷ്യ ബഹിരാകാശ ദൌത്യമായ ഗഗൻയാന് രാജ്യം സജ്ജമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംയോജിത വ്യോമ പ്രതിരോധ ആയുധ സംവിധാനത്തിന്റെ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തീകരിച്ച് DRDO. ഫിജി പ്രധാനമന്ത്രി സിറ്റുവേനി റബൂക്ക 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. നിയമസഭാ സ്പീക്കർമാരുടെയും നിയമനിർമ്മാണ കൌൺസിൽ അധ്യക്ഷന്മാരുടെയും അഖിലേന്ത്യാ സമ്മേളനം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. US ഓപ്പൺ ടെന്നീസിന്റെ 145-ാം പതിപ്പിന് ഇന്ന് ന്യൂയോർക്കിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. സംയോജിത വ്യോമ പ്രതിരോധ ആയുധ സംവിധാനമായ IADWSന്റെ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തീകരിച്ച് DRDO. ഒഡീഷ തീരത്തിന് സമീപം ഇന്നലെയായിരുന്നു പരീക്ഷണം. തദ്ദേശീയമായി വികസിപ്പിച്ച 3 സുപ്രധാന ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് IADWS. മുതിർന്ന ശാസ്ത്രജ്ഞരും സായുധ സേനാ പ്രതിനിധികളും പരീക്ഷണത്തിന് സാക്ഷ്യം വഹിച്ചു. ഇന്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് വെപ്പൺ സിസ്റ്റം വിജയകരമായി പരീക്ഷിച്ചതിനെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അനുമോദിച്ചു. വ്യോമമാർഗമുള്ള വിവിധ വെല്ലുവിളികൾക്കെതിരെ പ്രതിരോധം ശക്തമാക്കാൻ ബഹുതല സംവിധാനം സഹായിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ബഹിരാകാശ യാത്രയ്ക്കായി തിരഞ്ഞെടുത്ത 4 ഇന്ത്യൻ ഗഗൻ യാത്രികളെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. ന്യൂഡൽഹിയിലെ സുബ്രതോ പാർക്ക് വ്യോമസേന ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള യാത്ര വിജയകരമായി പൂർത്തിയാക്കിയ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻശു ശുക്ലയ്ക്ക് പുറമെ വ്യോമസേന ടെസ്റ്റ് പൈലറ്റുമാരായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, അജിത് കൃഷ്ണൻ, അങ്കദ് പ്രതാപ് എന്നിവരെയും ആദരിച്ചു. മനുഷ്യ ബഹിരാകാശ ദൌത്യമായ ഗഗൻയാന് രാജ്യം സജ്ജമാണെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. ബഹിരാകാശ മേഖലയിൽ ഇന്ത്യക്ക് ഇനിയും ഒട്ടേറെ മുന്നേറാനുണ്ടെന്നും രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. स्पेस से प्राप्त टेक्नोलॉजी चाहे संचार उपग्रहों, मौसम की निगरानी से संबंधित हो या प्राकृतिक आपदाओं से निपटना हो, आज भारत के गांव-गांव और खेत-खेत तक वह अपनी सेवाएं दे रहे हैं और आने वाले समय में स्पेस माइनिंग, डीप स्पेस एक्सप्लोरेशन और प्लैनेटरी रिसोर्सेज भी मानव सभ्यता की दिशा बदल देंगे, ऐसा मेरा मानना है. इसलिए इस यात्रा में भारत पीछे नहीं रह सकता. हमें आगे बढ़ना है, हमें नेतृत्व करना है. ഫിജി പ്രധാനമന്ത്രി സിറ്റുവേനി റബൂക്ക 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. രാവിലെ ഡൽഹിയിലെത്തിയ റബൂക്കയെ കേന്ദ്ര സഹമന്ത്രി സുകാന്ത് മജുംദാർ സ്വീകരിച്ചു. പത്നി സുലേറ്റി റബൂക്കയും ഫിജി ആരോഗ്യമന്ത്രിയും അദ്ദേഹത്തോടൊപ്പമുണ്ട്. പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റ ശേഷം റബൂക്കയുടെ ആദ്യ ഇന്ത്യൻ സന്ദർശനമാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം നാളെ കൂടിക്കാഴ്ച നടത്തും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെയും അദ്ദേഹം സന്ദർശിക്കും. ഔദ്യോഗിക സന്ദർശനത്തിനായി കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി അൾജീരിയയിലേക്ക് തിരിച്ചു. നാളെ മുതൽ ഈ മാസം 28 വരെയാണ് സന്ദർശനം. അൾജീരിയയിലെ മുതിർന്ന രാഷ്ട്ര സൈനിക നേതാക്കളുമായും ഇന്ത്യൻ അംബാസഡർ സ്വാതി കുൽക്കർണിയുമായും ജനറൽ ദ്വിവേദി കൂടിക്കാഴ്ച നടത്തും. പ്രമുഖ സൈനിക സ്ഥാപനങ്ങൾ സന്ദർശിക്കുന്ന അദ്ദേഹം രക്തസാക്ഷി സ്മാരകത്തിൽ ആദരാഞ്ജലി അർപ്പിക്കുകയും ചെയ്യും. സെബിയുടെ മാനദണ്ഡങ്ങൾക്കനുസൃതമായി രാജ്യത്ത് ലണ്ടൻ മെറ്റൽ എക്സ്ചേഞ്ചിന് സമാനമായ ധാതു വ്യാപാര വിനിമയ കേന്ദ്രം സ്ഥാപിക്കുമെന്ന് കൽക്കരി ഖനിമന്ത്രി ജി കിഷൻ റെഡ്ഡി. ഹൈദരാബാദിൽ മാധ്യമങ്ങളുമായി സംവദിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ധാതു വ്യവസായങ്ങൾക്കും വ്യാപാരികൾക്കും മികച്ച വില കണ്ടെത്താൻ ഇതിലൂടെ സാധിക്കും. കൽക്കരി ഇറക്കുമതി ഗണ്യമായി കുറച്ചതായും അതേസമയം കയറ്റുമതി ചെയ്യാൻ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. സ്വാതന്ത്ര്യ സമര സേനാനി രാജ്ഗുരുവിന്റെ ജന്മവാർഷിക ദിനത്തിൽ ആദരമർപ്പിച്ച നേതാക്കൾ. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി രാജ്ഗുരു സർവസ്വവും സമർപ്പിച്ചുവെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അദ്ദേഹത്തിന്റെ അചഞ്ചലമായ ദേശസ്നേഹം രാജ്യസേവനത്തിൽ യുവജനങ്ങളെ പ്രചോദിപ്പിക്കുന്നുവെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ പറഞ്ഞു. ഭഗത് സിംഗ്, സുഖ്ദേവ് എന്നിവരോടൊപ്പം രക്തസാക്ഷിത്വം വഹിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് രാജ്ഗുരു. ബീഹാറിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി 98.2% വോട്ടർമാരുടെയും രേഖകൾ ലഭിച്ചു കഴിഞ്ഞതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. അവസാന തീയതിക്ക് 8 ദിവസം ശേഷിക്കെയാണ് ഇത്. കരട് പട്ടിക സംബന്ധിച്ച പരാതികൾ ഉന്നയിക്കാനും ആവശ്യമായ രേഖകൾ സമർപ്പിക്കാനും സെപ്റ്റംബർ 1 വരെ സമയം അനുവദിച്ചിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. US ഓപ്പൺ ടെന്നീസിന്റെ 145-ാം പതിപ്പിന് ഇന്ന് ന്യൂയോർക്കിൽ തുടക്കമാകും. പുരുഷ സിംഗിൾസിൽ ലോക 1-ാം നമ്പർ താരവും നിലവിലെ ചാമ്പ്യനുമായ ഇറ്റലിയുടെ യാനിക് സിന്നർ, സ്പെയിനിന്റെ കാർലോസ് അൽക്കാരസ്, 4 തവണ US ഓപ്പൺ ജേതാവായ നൊവാക് ജോക്കോവിച്ച്, ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവ് എന്നിവർ മത്സരിക്കും. വനിതാ വിഭാഗത്തിൽ അരീന സബലങ്ക 2024 തന്റെ കിരീടം നിലനിർത്താൻ പൊരുതുമ്പോൾ ലോക 1-ാം നമ്പർ താരം ഇഗ സ്വിയാടെക്, 2023 ചാമ്പ്യൻ കൊക്കോ ഗോഫ്, ജെസിക്ക പെഗുല തുടങ്ങിയവരും മത്സരിക്കും. പുരുഷ സിംഗിൾസ് ആദ്യ റൗണ്ട് മത്സരങ്ങൾ രാത്രി 8:30 ആരംഭിക്കും. കാനഡയിൽ നടന്ന ലോക യൂത്ത് ചാമ്പ്യൻഷിപ്പിൽ വ്യക്തിഗത ജൂനിയർ ലോക കോമ്പൗണ്ട് ആർച്ചറി കിരീടം നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ താരമായി ചിഗ്ദ താനിപർത്തി ചരിത്രം സൃഷ്ടിച്ചു. അണ്ടർ 21 വനിതാ കോമ്പൗണ്ട് സ്വർണ്ണ മെഡൽ മത്സരത്തിൽ കൊറിയയുടെ യെറിൻ പാർക്കിനെ 142-136 എന്ന സ്കോറിനാണ് ചിഗ്ദ പരാജയപ്പെടുത്തിയത്. ജനങ്ങളുടെ ശബ്ദം പ്രതിഫലിപ്പിക്കാൻ നിയമനിർമ്മാണ സഭകൾക്ക് കഴിയണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഭരണഘടനയുടെ അന്തസത്ത കാത്തുസൂക്ഷിക്കാൻ സഭാ സ്പീക്കർമാർ ശ്രമിക്കുന്നതിൽ അഭിമാനമുണ്ടെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൌൺസിലിന്റെ ആദ്യ സ്പീക്കറായി വിത്തൽഭായ് പട്ടേൽ സ്ഥാനമേറ്റതിന്റെ ശതാബ്ദി ആഘോഷങ്ങളോടനുബന്ധിച്ച് ഡൽഹി നിയമസഭയിൽ സംഘടിപ്പിക്കുന്ന ദേശീയ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. सभाओं की गरिमा जनता की आवाज को वाचा बनने का, राज्य की एक जनता को वाचा बनने का माध्यम होना चाहिए. सबसे कठिन भूमिका पूरी असेंबली में किसी की होती है तो सभापति, मगर मैं आज गौरव के साथ कह सकता हूं हमारे देश भर की असेंबलियां, विधानसभाएं और लोकसभा में हमेशा सभापतियों ने लोकसभा और विधानसभा के गौरव को आगे बढ़ाने का काम किया है और हमारे लोकतंत्र को हमने 29 സംസ്ഥാന നിയമസഭകളുടെ സ്പീക്കർമാരും 6 സംസ്ഥാനങ്ങളിലെ നിയമസഭാ കൌൺസിൽ ചെയർമാൻമാരും വൈസ് ചെയർമാൻമാരും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സമാപന സമ്മേളനത്തിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർല അധ്യക്ഷത വഹിക്കും. കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. രോഗം റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ സംഘം ജലസ്രോതസ്സുകളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ചു. പരിശോധനാ ഫലം ലഭിച്ചാലേ രോഗ ഉറവിടം സംബന്ധിച്ച് സ്ഥിരീകരിക്കാനാകൂ. നിലവിൽ 7 പേരാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത്. ഷൊർണൂർ ജംഗ്ഷനെയും നിലമ്പൂർ റോഡിനെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പുതിയ മെമു പാസഞ്ചർ സർവീസ് ആരംഭിച്ചു. വൈകിട്ട് 5:40 എറണാകുളം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടുന്ന മെമു 10:05 നിലമ്പൂർ എത്തുന്ന രീതിയിലാണ് സമയക്രമം. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഇന്നലെ രാത്രി മെമു സർവീസിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. കേരളത്തിൽ കുട്ടനാട്ടിലെ കർഷകർ അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന്റെ ഭാഗമായി മത്സ്യകൃഷിയുടെ സാധ്യതകൾ പഠിക്കുന്നതിന് കേന്ദ്ര ഫിഷറീസ് വിദഗ്ധ സംഘം ആലപ്പുഴ ജില്ലയിലെ കാർഷിക മേഖലകൾ സന്ദർശിച്ചു. രാമങ്കരിയിൽ മത്സ്യകൃഷി നടത്തുന്ന 900 പാടശേഖരമാണ് സംഘം ആദ്യം സന്ദർശിച്ചത്. 17ാമത് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണൻ NDA സ്ഥാനാർത്ഥിയായും മുൻ സുപ്രീം കോടതി ജഡ്ജി B സുദർശൻ റെഡ്ഡി INDA സഖ്യ സ്ഥാനാർത്ഥിയായും മത്സരിക്കും. അടുത്ത മാസം 9-നാണ് വോട്ടെടുപ്പും വോട്ടെണ്ണലും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നരേന്ദ്രമോദി ആപ്പ്, MyGov ഓപ്പൺ ഫോറം എന്നിവയിലൂടെയും ഈ മാസം 29 വരെ പങ്കുവയ്ക്കാം. കഴിഞ്ഞയാഴ്ച യുക്രൈൻ നടത്തിയ ഷെൽ ഡ്രോൺ ആക്രമണങ്ങളിൽ 22 പേർ കൊല്ലപ്പെടുകയും 105 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം. ആക്രമണത്തിനിരയായ റഷ്യൻ പ്രദേശങ്ങൾ അടയാളപ്പെടുത്തുന്ന ഭൂപടം മന്ത്രാലയം പുറത്തുവിട്ടു. യുക്രൈന്റെ 160 ഡ്രോണുകൾ കഴിഞ്ഞ ദിവസം തകർത്തതായും റഷ്യ അവകാശപ്പെട്ടു. ഇറാന്റെ തെക്ക് കിഴക്കൻ പ്രവിശ്യകളിൽ നിന്നും തീവ്രവാദ സംഘത്തിൽ ഉൾപ്പെട്ട 6 പേരെ വധിച്ചതായി ഇറാൻ ഇന്റലിജൻസ് മന്ത്രാലയം. 2 പേരെ അറസ്റ്റ് ചെയ്തതായും ഏറ്റുമുട്ടലിൽ 3 ഇറാനിയൻ സൈനികർക്ക് പരിക്കേറ്റതായും മന്ത്രാലയം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മനുഷ്യ ബഹിരാകാശ ദൌത്യമായ ഗഗൻയാന് രാജ്യം സജ്ജമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംയോജിത വ്യോമ പ്രതിരോധ ആയുധ സംവിധാനത്തിന്റെ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തീകരിച്ച് DRDO. ഫിജി പ്രധാനമന്ത്രി സിറ്റിവേനി റബൂക്ക 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി.
നിയമസഭാ സ്പീക്കർമാരുടെയും നിയമനിർമ്മാണ കൌൺസിൽ അധ്യക്ഷന്മാരുടെയും അഖിലേന്ത്യാ സമ്മേളനം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. US ഓപ്പൺ ടെന്നീസിന്റെ 145-ാം പതിപ്പിന് ഇന്ന് ന്യൂയോർക്കിൽ തുടക്കമാകും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.